പാലാ നഗരസഭ 1-ാം വാർഡിൽ പരുമലക്കുന്ന് ഭാഗത്ത് വീട്ടുമുറ്റത്ത് നിന്ന് ചെടികളും മരങ്ങളും അനധികൃതമായി വെട്ടി നശിപ്പിച്ചതായി പരാതി. പരുമലക്കുന്ന് പാലമറ്റത്തിൽ റോയിയുടെ ചെടികളും മരങ്ങളുമാണ് നശിപ്പിച്ചത്. സംഭവ സമയത്ത് 2-ാം വാർഡ് കൗൺസിലറാണ് സ്ഥലത്തുണ്ടായിരുന്നത്. മറ്റൊരു വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നും റോയിയുടെ വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിന്ന മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടണമെന്നാവശ്യപ്പെട്ടത് നഗരസഭയിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് നഗരസഭാ ജീവനക്കാർ എത്തി മരത്തിന്റെ ശിഖരങ്ങൾ മുറിക്കുകയായിരുന്നു. എന്നാൽ 2-ാം വാർഡ് കൗൺസിലറുടെ സാന്നിധ്യത്തിൽ റോയിയുടെ സ്ഥലത്ത് നിന്ന മരവും ചെടികളും വെട്ടി നശിപ്പിച്ചു. മുറിച്ചു മാറ്റിയ മരത്തിന്റെ ശിഖരങ്ങളും റോയിയുടെ പുരയിടത്തിൽ കിടക്കുകയാണ്. കുടിവെള്ള പൈപ്പ് ലൈൻ ഉൾപ്പെടെ മരത്തിന്റെ ശിഖരങ്ങൾക്കിടയിലാണ്. പ്രശ്നത്തിൽ അടിയന്തര നടപടി ഉണ്ടാവണമെന്ന് റോയി ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ വീടിൻ്റെ മുകളിലേക്ക് ഒരു പ്ലാവ് ചാഞ്ഞു നിന്നിരുന്നു. ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ട് പരാതി കൊടുത്തിരുന്നു. മുനിസിപ്പാലിറ്റിയും കൊടുത്ത് ഞങ്ങളുടെ അന്നത്തെ വാർഡ് കൗൺസിലർ ഷാജു ദുരത്തിനും പരാതി കൊടുത്തിരുന്നു. എന്നിട്ട് ഇത്രയും കാലമായിട്ട് തീരുമാനമായില്ല. മഴ വന്നു, കാറ്റ് വീശുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുകളിലേക്ക് പ്ലാവ് ചാഞ്ഞു വരുന്നു. അപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ട് വീടിൻ്റെ വേറെ മുറിയിലേക്ക് മാറിയാണ് കിടന്നതൊക്കെ. അങ്ങനെ ഒരവസ്ഥ വന്നിട്ട് ലാസ്റ്റ് ഇന്ന് അതായത് ഇന്ന് 24-ാം തീയതി മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് ജീവനക്കാർ, അതായത് 2 പേര് ജീവനക്കാർ പ്ലാവ് വെട്ടാൻ വന്നു. പിന്നെ അവിടുത്തെ ഒരു ഓഫീസറും വന്നു കഴിഞ്ഞാൽ അവർ പ്ലാവ് വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയിരുന്നു. എൻ്റെ അമ്മയാണ് പണിത് വിട്ടത്. അപ്പം 2-ാം വാർഡിലെ കൗൺസിലറായ ഷാജു ദുരത്തൻ എന്ന് പറയുന്ന ആൾ ഇവിടെ വന്നു. എന്നിട്ട് എൻ്റെ വീടിൻ്റെ സൈഡിൽ പ്ലാവ് നിന്ന ആളുടെ കൂടെ കൂടി അവർ എൻ്റെ വീടിന് മുറ്റത്തുനിന്ന് ഒരു ഉപദ്രവമില്ലാത്ത ചെടിയും മറ്റെല്ലാ വസ്തുക്കളും വെട്ടി. ഇത് കാണാമല്ലോ, അവർ വെട്ടി ഇങ്ങോട്ടിട്ടൊക്കെയാണ് മൊത്തം സാധനങ്ങൾ. ഷാജുദുരത്തൻ ബലമായിട്ട് ഗുണ്ടായിസ രീതിയിലാണ് അയാളെ കൊണ്ട് വെട്ടിച്ചതും മറ്റുള്ള കാര്യങ്ങളും ചെയ്തത്. i4a News, പാലാ.